അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാനുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഈ നൂല് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഓ വാവ്, ഈ വീഡിയോയില് സ്കിൻ ടാഗ് ത്രെഡ്സ് വെച്ച് എത്ര ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കി. പക്ഷേ ഐ വുഡ് നെവർ അഡ്വൈസ് ദിസ് അറ്റ് ഹോം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഒരു ബ്ലീഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രൊസീജിയർ ആയതുകൊണ്ട് പെയിന്, ഇൻഫെക്ഷൻ ഒക്കെയുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. എല്ലാവരുടെ സ്കിൻ ഒരുപാട് റെസ്പോണ്ട് ചെയ്യണം എന്നില്ല. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതൊരു സ്റ്റെറൈൽ പ്രൊസീജിയർ ഒന്നും അല്ലല്ലോ. പിന്നെ രണ്ടാമത്, ഇതൊരു സ്കിൻ ടാഗ് ആണോ, വാർട്ടാണോ, അതോ സ്കിൻ ട്യൂമർ ആണോ എന്നൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ ഒരിക്കലും അറ്റ് ഹോം പ്രൊസീജിയേഴ്സ് ചെയ്യുന്നവർക്ക് പറ്റില്ല. ഇതൊരു ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യാണ് എപ്പോഴും നല്ലത്. ഇനി പഠിക്കുന്ന സമയത്തും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും 1000-ഓളം സ്കിൻ ടാഗുകൾ അല്ലെങ്കിൽ ട്യൂമേഴ്സ്, അതും അല്ലെങ്കിൽ വാർഡ്സ് റിമൂവ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് എപ്പോഴും ഡെർമറ്റോളജിസ്റ്റുകൾക്ക് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒരു ഡെർമറ്റോളജി OP പ്രൊസീജിയറായിട്ട് മാത്രം ഇത് ചെയ്യാം.